അടുത്ത 24 മണിക്കൂറത്തേക്ക് ഞാൻ നിങ്ങളുടെ കോഴിക്കോടിലെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ എനിക്ക് ഇൻസ്റ്റയിൽ കിട്ടിയത് ചിക്പിക്കാടുള്ള ജോ ബ്രേക്കർ ബർഗർ. ജോ ബ്രേക്കർ ബർഗർ എന്ന് പറയുമ്പോൾ സാധാരണ വായിക്ക് കടിച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ലെന്നൊന്നും അറിയത്തില്ല. അവിടെയായിട്ടാണ് കട. ഒരു ആംബിയൻസിന് വേണ്ടി വിടുന്നതാണ്, പക്ഷേ ഒരു മൂടലുണ്ട്. രാത്രിയായി, മഴക്കാലം, അതൊന്നും മൈൻഡ് ചെയ്യണം. നിങ്ങൾ ഫുഡ് കഴിച്ചാൽ പോലെ. ബോയ്സ്, നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ചേറെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും ആംബിയൻസ് ഒക്കെ സെറ്റ്, ഒരു ഇളം കാറ്റുണ്ട്. നോക്കി അങ്ങോട്ട് നോക്കി, യു ക്യാൻ സീ ദി എൻറ്റയർ ബീച്ച്. ഒടുക്കത്തെ ഫാസ്റ്റ് പാനിങ് ആണല്ലോ ക്യാമറമാൻ, എത്ര ധൃതിയിലിരിക്കുന്നു. അപ്പോൾ എന്നാലും ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ജോ ബ്രേക്കർ ബർഗർ. അത് വരാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് മഴ പെയ്യുന്നതുകൊണ്ട് കുറച്ച് ഇറ്റി വെള്ളം വീഴുന്ന അവിടെ ഇടുന്ന, അതെല്ലാം കുഴപ്പമില്ല, വേറെ കുഴപ്പമില്ല. കുറച്ച് അണ്ടർ മെയിൻറ്റൈൻ ആണ്, ചെറുതായിട്ട് അണ്ടർ മെയിൻറ്റൈൻഡ് ആണ്. അതല്ലെങ്കിൽ സെറ്റ്. അപ്പോൾ എന്നാലും ഫുഡ് വരും. നമ്മുടെ ജോ ബ്രേക്കർ ബർഗറും പിന്നെ രണ്ടൊരു മൊജിറ്റോയും ഒരു ഷേക്കും. ഷേക്ക് ക്യാമറമാനാണ്. ക്യാമറമാൻ ഒന്നും കൊടുത്തിരുന്നും പറഞ്ഞുള്ള കംപ്ലയിൻസ് വേണ്ട. എനിക്കറിയാം നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ചബിയായി തുടങ്ങി. സത്യം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞ 15 കിലോ കൂട്ടിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് പിന്നെ ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടിയാണ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്തോ ഇടക്കിടക്ക് മൈൻഡ് വരുന്നുണ്ട് തിരിച്ച് പ്രൈമിലോട്ട് പോകാൻ. എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒടുക്കത്തെ വന്നത് ഇപ്പം ഈ മോട്ടർ എബിലിറ്റിക്ക് ഇല്ലേ, കുറച്ച് മൊബിലിറ്റി ഒക്കെ അവിടെ കിതച്ചു തുടങ്ങി. ഞാൻ ജിമ്മിൽ പോയിട്ട് 2-3 മാസമായി. ഞാൻ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്കിത് പുതിയ, അത് ഞാൻ പറഞ്ഞോളാം. അപ്പം അതൊക്കെ എനിക്കൊരു പുതിയ ഫീലാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. ഒരു 15 കിലോ കൂടി കൂട്ടാൻ നോക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. ബോയ്സ്, അപ്പോൾ ഇതാണ് ജോ ബ്രേക്കർ ബർഗർ. ഇത് ചിക്കൻ്റെ പൊക്കത്ത് ബണ്ണ് വെച്ചിരിക്കുന്ന കാണില്ലേ? അല്ല, ഇതൊന്നില്ല. ബോയ്സ്, ഐ ആം ഗോണ ബി ബ്രൂട്ടൽ. ഓക്കെ, ഐ ആം നോട്ട് ഗോണ ഷുഗർ കോഡ് എനിത്തിങ്. മണം അടിച്ചിട്ട് കൊള്ളാം. കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നാളെ ഇത് സെറ്റ് ആയിരിക്കും ചിലപ്പം വീട്ടിൽ. kind of like it. മുളകടിച്ച് ഇതില്ല, അതിൻ്റെ ഒരു കോട്ടിങ്ങാണ് മുളകടിച്ച് വെക്കുന്നതല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടണം. അതും മധുരവും പിന്നെ മയനീസ് ഒക്കെ കൂടിയ. ഐ ഡു ലൈക്ക് ഇറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. നാളെ ചിലപ്പം വീട്ടിൽ സീനായിരിക്കും, പക്ഷേ ഇഷ്ടപ്പെട്ടു. ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. ഇറ്റ്സ് എ നൈസ് ബർഗർ. സ്പെഷ്യലി ചിക്കൻ നല്ല സോഫ്റ്റാണ്. എരിവും പുളിയൊക്കെ ഉണ്ട്. കുറച്ച് മെസ്സി ആയിരിക്കും കഴിക്കാൻ. അല്ല ആണ്, പക്ഷേ ഇത് കുറേ തിന്നു കഴിഞ്ഞാൽ നാളത്തേക്ക് വിഷയമാവും. അപ്പോൾ ഇത് ആരായിരുന്നു റെക്കമെൻഡ് ചെയ്തത്? കൃഷ്ണദാസാണ്. അവൻ്റെ എന്നാൽ റെക്കമെൻഡേഷൻ ഇസ് ഗോൾഡൻ പാസ്. എൻ്റെ വക. ഇത് ഞാൻ പറഞ്ഞില്ലേ, ബർഗർ വെറുതെ വെച്ചിരിക്കും എൻ്റെ പൊക്കത്ത്. ബണ്ണ് കുറച്ച് അണ്ടർ മെയിൻറ്റൈൻഡ് ആണ്. ഇത് ബീച്ചിലും പോകുന്നുണ്ടോ? ഇവിടുത്തെ ഈച്ചകളൊക്കെ കുറച്ച് സൂക്കേടാണ്. ഇത് മെയിൻലി ഈ പ്ലേസ് കുറച്ച് അണ്ടർ മെയിൻറ്റൈൻഡ് ആണായിട്ട്. ഈ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡൊക്കെ ഇല്ലേ, കുറച്ചൊരു മണം അടിക്കുന്നുണ്ട് എനിക്ക്. അതാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മെയിൻ്റനൻസ് ആണ് കേട്ടോ. ആണോ ഫുഡ് കൊള്ളാം. എന്നാലും ഇത് തീർക്കട്ടോ. ഇത് ആദ്യമായിട്ടാണ് ദൈവം ഇതെന്താണ്ട് ഇത് ഹത്യ ചെയ്തവരെ കൊണ്ടല്ലേ, ബ്ലഡൊക്കെ ഫുൾ 2 കയ്യിൽ ഇരിക്കുന്നവരെ കൊണ്ട്. ഇത് ബർഗർ കൊള്ളായിരുന്നു. എനിക്ക് ബർഗർ ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് അപ്പം കറന്റ് ഇത് ഏറ്റവും ടോപ്പിൽ തന്നെ ഞാൻ ഇട്ടിരിക്കുക. വേറെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അവിടുത്തെ ബില്ലായിരിക്കുന്നതാണ് 1026. ജോ ബ്രേക്കറിന് 489 രൂപയുള്ളൂ കേട്ടോ. 1026. ഈ ഫുഡ് ഫസ്റ്റ് കഴിച്ച് സെറ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ചെറുതായിട്ട് എനിക്ക് വേറെ തുടങ്ങിയിട്ടുണ്ട്. ഫുഡിന്റെ അല്ല, വെറും വയറ്റി കുറച്ച് ഇങ്ങനെ മുളക്, അതിപ്പം എന്തുവാണ്, കാശ്മീരി ആയാലും ഏത് മിരി ആയാലും മുളക് കയറ്റി കഴിഞ്ഞാൽ ഒരു ഫീല് വരും. ആ ഫീലിലേക്ക് വരുന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ കുറച്ചായിട്ട് മാറുമായിരിക്കും. ഈ ചവറിനകത്താണല്ലോ വണ്ടി കിടക്കുന്നത്. കുഴപ്പമില്ല. ഇതൊന്നും കാണിക്കണ്ട, ഒന്നും ഇതിനകത്തില്ല. ബോയ്സ്, എനിക്കൊരു കോള് വന്നു കാനഡയിൽ നിന്ന്. എന്റെ അനിയന്റെ ഗ്രാജുവേഷൻ ആണ്. ബോയ്സ്, നിങ്ങൾ കൺഗ്രാറ്റ്സും പറഞ്ഞേക്ക്. അവൻ കോട്ടും സൂട്ടൊക്കെ ഇട്ട് കാനഡയിലെ ഗ്രാജുവേഷന് പോവുകയാണ്. മാസ്റ്റേഴ്സ് കഴിഞ്ഞു. നമ്മളും അണ്ടർ ഗ്രാജുവേറ്റ് ആണ്. കഴിഞ്ഞിട്ട് ഇട്ടതാ. അപ്പൊ വല്ലതും പറയാനുണ്ടോ എനിക്ക്? ഗെയിമിംഗ് ക്ലാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. എന്തിന്റെ? ഓക്കെ, അത് നിങ്ങൾ കേട്ടല്ലോ. ഓക്കെ, അവൻ ക്ലാൻ തുടങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവന്റെ ചാനലിൽ പോയാൽ മതി. അപ്പൊ നമ്മൾ എന്തായാലും പോവുകയാണ്. എന്റെ അനിയന് കുറച്ച് കൺഗ്രാജുലേഷൻ കൊടുത്തേക്കും. അവന്റെ ചാനൽ ഞാൻ ലിങ്കിൽ എപ്പോഴും ഉണ്ട്. അവന്റെ ചാനൽ തിരിച്ചു വരുമോ, അവൻ കാനഡയിൽ സെറ്റിൽ ആവും, അല്ലെ തിരിച്ചു വന്ന് യൂട്യൂബർ ആവും, നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അറിയാം. ഈ ലോട്ടറി അടിക്കാറില്ല. ഏത് ലോട്ടറിയാണ്? ബുക്കൊക്കെ വാങ്ങാൻ വേണ്ടി ലോട്ടറി എടുക്കുവാണ്. 10 കോടിയോ? നീ ചെറുതൊന്നും വിൽക്കാറില്ലല്ലേ? കുട്ടികളെ നീ വെക്കുന്നേനാ? കുട്ടികൾക്ക് ഭ്രാന്താണെന്ന്. അപ്പോൾ നീ പറഞ്ഞാൽ നിങ്ങൾക്ക് വിവരമില്ലെന്ന്. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നി ഞാൻ ചെയ്തു. അങ്ങനെ പറയണം മോന്തേ. ബോയ്സ്, നമുക്ക് 2ാമത്തെ സ്ഥലം കിട്ടിയത് മിൽക്ക് സർബത്താണ്. ഇത് വളരെ ഫേമസ് ആണെന്ന് തോന്നി. ഇവിടെ വണ്ടിയുടെ ഒന്നും സ്ഥലം പോലും ഇല്ല. അറിയൂടാ, ഒരു പയ്യൻ എന്നെ ക്യാൻവാസ് ചെയ്ത് 250 രൂപയുടെ ലോട്ടറി എടുപ്പിച്ച്. പയ്യൻ നൈസ് ആയിരുന്നു. അത് നല്ലതായിട്ട് ക്യാൻവാസ് ചെയ്തു. വീഡിയോക്കകത്ത് വരണം. നമുക്ക് മിൽക്ക് സർബത്ത് ട്രൈ ചെയ്യാം. ഇത് പറഞ്ഞത് എം സയനാ പറഞ്ഞത്. എം സയൻ റോഡ് റോസ്. ഇവിടെ ഒന്നും വണ്ടി പോയിട്ട് കിണ്ടി പോലും ഇടാൻ പറ്റത്തില്ല. ഹായ് പറഞ്ഞിട്ടുണ്ടാ അപ്പുറത്തോട്ട് പോകാം. പോയപ്പോൾ എന്തായാലും നമുക്ക് മിൽക്ക് സർബത്ത് കുടിക്കാം. ഇവിടെ കുറെ തിരക്കുണ്ട്. ഇവിടെ 2 തോന്നിയായിട്ട് ഇവിടെ ഒരേ ഐറ്റമേ ഉള്ളൂ, മിൽക്ക് സർബത്ത്. ഇപ്പോൾ അത് ഇടുന്നത് സർബത്ത് നല്ല ഹെവി സർബത്താണല്ലോ, നിറച്ച് വരുന്നുണ്ട്. ഗ്ലാസ് ഫുള്ളും സർബത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അതും കുറയ്ക്കുന്നില്ല കേട്ടോ. കൊള്ളാം. ഇഷ്ടപ്പെട്ടു. ഐസ് പോരട്ടെ. റിക്കുകയാണല്ലോ അങ്ങോട്ട്. പാലും സർബത്ത് സിമ്പിളാണ്. 2 ഐറ്റമേ ഉള്ളല്ലേ. അതിൽ വേറെ എന്തൊക്കെ പ്രതീക്ഷിച്ചു. ആ പേര് എത്ര ഉള്ളത്, ഞാൻ ഇത്ര പ്രതീക്ഷിച്ച് അറിയുന്നത്. മുളകും പാലും എല്ലാം കൂടി തീരുമാനമാകുന്നു. 2 എനിക്കല്ല. ഒരെണ്ണം ക്യാമറമാൻ ഇല്ലേന്നോ?
നേരത്തെ ചെറുതായിട്ട് എൻ്റെ അകത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അവിൽ മിൽക്കില്ലേ ആ ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് കുടിക്കാം, കൊള്ളാം. എപ്പോഴും കുടിക്കുമോ അറിയില്ല, പക്ഷെ കൊള്ളാം. ഇപ്പൊ ഈ രണ്ടെണ്ണം ഞാൻ കുടിക്കണോ വേണ്ട? നീ കുടിച്ചു തരണം. കുടിച്ചോ. അതാടാ നിനക്ക് മതിയാലടാ ക്യാമറ. നിനക്ക് വേണ്ടി ഞാൻ എക്സ്ട്രാ ഓർഡർ ചെയ്ത് എന്നെ കൊണ്ട് തന്നെ കുടിപ്പിച്ച്. നിന്നോടൊക്കെ ജീവൻ ചോദിക്കും. ഫിറ്റായെന്നോ ഞാൻ പാൽ കുടിച്ചിട്ട്. 60 രൂപയുള്ളൂ കേട്ടോ, 30 രൂപ വരണത്. അപ്പം അടുത്ത സ്പോട്ട് പോകേണ്ടതാണ് ടോഫോ ഷാപ്പ്. അതാണ് നമ്മുടെ മൂന്നാമത്തെ റെസ്റ്റോറൻറ്റ്. പോകുന്ന പോക്ക് കണ്ടിട്ട് ദൈവമേ ഇത്ര മിക്സ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പകുതി വഴിക്ക് എന്തെങ്കിലും ആവൽ തോന്നുന്നു. അല്ലാതെ നമുക്ക് കഴിക്കാം. ഇത് പറഞ്ഞിരിക്കുന്നത് കിരൺ രാജേഷ് ആണ്, ടോഫോ ഷാപ്പ് റെസ്റ്റോറൻറ്റ്. ഇതൊക്കെ ഫേമസ് ആണോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞതാണ്. നമസ്കാരം. സബ്സ്ക്രൈബർ ആയിരുന്നു, സബ്സ്ക്രൈബർ. ക്യാമറമാൻ നീ ഒന്ന് പാൻ ചെയ്തില്ലേ? സബ്സ്ക്രൈബർക്ക് ഒരു പാൻ ചെയ്യൂ ക്യാമറമാൻ. എന്തോ ഇത് വരൂ. നമുക്ക് ടോഫോ ഷാപ്പ് അടച്ചിറക്കണമെന്നില്ല, അതൊന്നും ഇല്ലേ? ആ പാട്ടൊക്കെയാണ്. ബോയ്സ് നമ്മൾ ഇവിടെ ഫിഷ് ഐറ്റമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് മെയിൻലി. അപ്പം ഇവിടെ കാളാഞ്ചിയും ചെമ്പല്ലിയൊക്കെ ഉണ്ട്, പിന്നെ നീരാളിയും ഓക്ടോപസും ലോബ്സ്റ്ററും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം അടിച്ചു കയറി വാന്ന് പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തേനെ. പക്ഷേ കുറേ കടയിൽ പോകാനുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു മീൻ പിടിക്കാം. ഏതായിരിക്കും നല്ലത്? കാളാഞ്ചി ആയിരിക്കും ബെറ്റർ. ബ്രോ കാളാഞ്ചി പറയുന്നത്. അപ്പം ബ്രോ എന്തായാലും കാളാഞ്ചി കൊണ്ടുപോകും. കാളാഞ്ചിയൊക്കെ കഴിച്ചിട്ട് പോലെ എനിക്കൊരു തീരുമാനമാകില്ല. ഈ പയ്യൻ റെസ്റ്റോറൻറ്റിന്റെ പേര് മാത്രമല്ല പലവട്ടം ടോഫോ ഷോ ഫിഷ് ഐറ്റം, ടോഫോ ഷോ ഫിഷ് മെനു, ടോഫോ ഷോ പറയഞ്ചേരി. ഈ പയ്യൻ ഇത്ര ഇട്ടുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചത് ഫിഷ് ഐറ്റം തന്നെ മേടിക്കാം. അല്ലെങ്കിൽ ഇവിടെ റാബിറ്റ് ഒക്കെ ഉണ്ട്, അത് ഞാൻ ട്രൈ ചെയ്തേനെ. പക്ഷേ ഇന്ന് റാബിറ്റ് ഇല്ല, അത് വേറെ കാര്യം. ഫിഷ് ഐറ്റത്തിന് നമുക്ക് അവർ പറയുന്ന ഏറ്റവും റെക്കമെൻഡഡ് ഫിഷ് നമ്മൾ കഴിക്കുന്നു. ഇപ്പോൾ വരും നമ്മൾ തവ ഫ്രൈ ആണ് പറഞ്ഞത്. ഇത് കുറേയേറെ ഫുഡ് കഴിക്കാനുള്ള തവ ഫ്രൈ ആണ് നല്ലതെന്ന് ബ്രോ പറഞ്ഞു. നല്ല സെറ്റ് സാധനം അല്ലേ ഇത്? കുറേ ഉണ്ടല്ലോ. ഉള്ളതിൽ ഏറ്റവും വലിയ മീനാണ് എടുത്തത്. വലുതാണല്ലോ, കുറച്ചുണ്ട് എനിക്ക് കയറി. അല്ല ഞാൻ കഴിച്ചു തീർക്കണം നിർക്കുമ്പോൾ ഞാൻ തന്നെ കഴിച്ചു തീർക്കും. പിന്നെ എൻ്റെ കുറച്ച് സൈഡിൽ വർക്ക് ചെയ്യുമായിരുന്നു. കള്ള ഷാപ്പിൽ ഞാൻ മാക് ബുക്കും വെച്ചുകൊണ്ട് ഇരുന്നാണ്ട് സ്റ്റാർബക്സ് കണക്കിരിക്കുകയാണ്. ചൂട് ഐ തിങ്ക് നാരങ്ങില്ല അതിന് ട്രൈ ചെയ്യാം. കൊള്ളാം. ഇഷ്ടപ്പെട്ടു. കമൻറ്റ് ചെയ്ത പയ്യൻ ഇവിടുത്തെ ഓണറാണ് ഇത്ര കമൻറ്റ് ചെയ്തത്. ഞാൻ സാറിന് എപ്പോഴും പറയാറില്ല ചെമ്പല്ലിയാണ് എനിക്ക് കുറച്ച് കാണാൻ എനിക്കറിയാൻ കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. ഇതെനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. വളരെ സ്മൂത്ത് ടെക്സ്ചർ. എനിക്കൊന്നും അവൻ കഴിച്ചിട്ടുണ്ട് വന്നിട്ട് ആ പയ്യൻ, അതാണ് അവൻ റെക്കമെൻഡ് ചെയ്തത്. ഇറ്റ്സ് ആക്ച്വലി നൈസ്. വാവ്. എനിക്ക് പൊള്ളുന്നുണ്ട് കൊടുക്കുക ചൂടായതുകൊണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സെറ്റമാണ്. എനിക്ക് സമയമില്ല. പെട്ടെന്ന് കഴിച്ചാൽ പെട്ടെന്ന് ഇനിയും കഴിക്കാൻ കിട്ടും. ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇല്ല. നിങ്ങൾ 7-8 മണിക്കൂറേ ഉള്ളൂ. 7-8 മണിക്കൂറിൽ നിങ്ങൾ പറയുന്ന പരമാവധി ഫേവറേറ്റ് ഐറ്റംസ് ഞാൻ കഴിക്കാൻ ഇരിക്കുകയാണ്. ഇതിന് ഇപ്പോൾ ഫസ്റ്റ് ഇടും, സെക്കൻഡ് ബർഗർ ഇടും, പിന്നെ 3 എന്താണ് പാൽ സർബത്ത്. ഇത് കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. ഇതിൻ്റെ ഉപ്പൊക്കെ സെറ്റാണ്. മുട്ടയാണിത്. മുട്ടയുടെ മീനാണിത്. നിങ്ങൾ മാംസം തന്നെ. എൻ്റെ ക്യാമറ കുറച്ചേറെ കിടന്ന് ഇളകുന്നു, ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ കഴിച്ച് വയ്ക്കണം. ഉള്ളത് വെച്ച് ഏറ്റവും വലിയ കാളാഞ്ചി പിടിച്ചു വന്ന എനിക്ക്. ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നത് എപ്പോഴും എല്ലാവരും അങ്ങനെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുതാണ് എടുത്ത് തരും. ഞാൻ തന്നെ കഴിക്കേണ്ടതില്ല. ബോയ്സ് അപ്പം എന്തായാലും നമുക്ക് ഒരു സൈഡ് കഴിച്ചാൽ തീരത്തില്ല. ഇതൊക്കെ വീഴുന്നല്ല ഇത്. നമ്മൾ ഓരോ ആൾക്കാരും അവരവരുടെ ഫേവറേറ്റ് ഫുഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് പോകണം. എനിക്ക് കിട്ടിയ ഓർഡർ ശരിയല്ലോ. ആദ്യം കുറച്ചേറെ മുളകും പിന്നെ പാലും പിന്നെ ഇപ്പം മീനും. എന്തായാലും ഇത് ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. ഇവിടുത്തെ നൈസ് ആംബിയൻസ് ആണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ സൈഡിൽ വന്നിരുന്ന്. ആ ചേട്ടൻ ഇപ്പം ഇല്ല, നോക്കി അങ്ങോട്ട് നോക്കി. അവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടൻ വന്ന് ഇരുന്നതും പോയതും ഞാൻ അറിഞ്ഞ പോലുമില്ല. അന്ന് വെച്ചപ്പോൾ ഒരു വലിയൊരു കുപ്പി ഉണ്ടായിരുന്നു കഞ്ഞിവെള്ളം ഒറ്റടി കുടിച്ചിട്ട് അവർ പോയി. അമ്മയ്ക്ക് ഞാൻ തന്നെ ഞെട്ടിപ്പോ വന്നിരുന്നതും പോയതും അറിഞ്ഞ പോലുമില്ല. ഒരു ഫുൾ കുപ്പി കഞ്ഞിവെള്ളം, എൻ്റെ പുറകിലൊക്കെ ഫുള്ള് ഉള്ളത് കഞ്ഞിവെള്ളം. അല്ലെന്ന് എങ്ങനെ പറയുന്നു? നിങ്ങൾക്ക് വേണ്ടിയല്ല ചേട്ടാ, കേൾക്കുന്ന ചിലവരുണ്ട്, അവർക്ക് വേണ്ടി പറയുമോ. എന്നാലും ഇത് കംപ്ലീറ്റ് അടുത്ത റെസ്റ്റോറൻറ്റിൽ പോകാം. ചെള്ളയൊക്കെ ആണല്ലോ. ഇതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുമോ? ഇത് കഴിച്ച് ശീലമില്ല ബോയ്സ്. ഇതൊക്കെ എങ്ങനെ കഴിക്കേണ്ടത്? തല നമ്മൾ പ്ലീസ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. തല എന്നെ കൊണ്ട് പോകുമെന്ന് തോന്നുന്നില്ല.
എന്തായാലും സാധനം കൊള്ളാം. അടുത്ത സ്പോട്ടിലോട്ട് പോകാം. പ്രൈസ് എത്രയാണ് ഇപ്പോൾ പറയുന്നത്? അപ്പോൾ നമുക്ക് കാളാഞ്ചി 1500 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 1500 രൂപയുടെ കാളാഞ്ചി ആയിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. കേരളത്ത് കമോൺ കുറച്ചുകൂടി കിടിലം ഐറ്റം കിട്ടട്ടെ. ഇന്ന് രാത്രിക്ക് മുമ്പേ എനിക്ക് കുറച്ച് വേറെ വർക്കും കൂടി ഉണ്ട്. അല്ലാതെ പ്രോപ്പർ 24 hours ചെയ്തേനെ. നമുക്ക് ഇന്ന് രാത്രി എത്ര കവർ ചെയ്യാൻ പറ്റും അത്ര കവർ ചെയ്യും. നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അത് എവിടെ എത്തിയിട്ട് പറയാം എന്താണ്. ബോയ്സ് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ചോക്കോ ലെക്കിൽ ഇട്ടിരിക്കുകയാണ്. അങ്ങോട്ട് ക്യാമറ പാൻ ചെയ്യൂ. കാണാൻ എനിക്കൊന്നും പറ്റുന്നില്ല. അവിടെയാണ് ചോക്കോ ലെക്കിൽ എന്താണ് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ അവിടെ നല്ല ഒരെണ്ണമുള്ള മോസ്റ്റ് മൂവിംഗ് ആയിട്ട് എടുത്ത് കഴിക്കുക. ബോയ്സ് അപ്പോൾ ഇതാണ് ചോക്കോ ലെക്ക്. ഒരു ചോക്ലേറ്റ് ലൗഞ്ച് ആണ്. ആരും ഇല്ല ഇവിടെ. ഫേമസ് പ്ലേസ് ആണെന്ന് പറഞ്ഞിട്ട് നോക്കി ക്യാമറമാൻ എന്റെ വീഡിയോ എന്ന സിനിമ പിടിക്കുന്നതാണ്. നമുക്ക് ചോക്കോ ലിക്കിൽ നിന്ന് നമ്മളൊന്നും മേടിച്ചില്ല. ഇവിടെ വീഡിയോ എടുക്കുന്നതിന് 2500 രൂപ ചാർജ് ഉണ്ട്. 2500 രൂപ വീഡിയോക്ക് കൊടുത്തിട്ട് ഇതുവരെ എനിക്ക് കൊച്ചിയിൽ കൊടുക്കേണ്ടി വന്നിട്ടില്ല ഒരു 5 സ്റ്റാർ കടയിൽ പോലും. അപ്പൊ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മളൊന്നും മേടിച്ചില്ല. ഇവിടെ വെറുതെ പൊടിയും തട്ടിരിക്കുന്നു തോന്നുന്നു. അവിടെ ആൾക്കാരൊന്നും കണ്ടില്ല. എന്ത് ചെയ്യാം, നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് ആദ്യത്തെ കാര്യം ആരും ഓർഡർ എടുത്തില്ല. നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് സ്കാൻ ചെയ്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഒരു പറച്ചിലില്ല, ഇതുമില്ല, എല്ലാം കഴിഞ്ഞ് അവസാനം. അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഐറ്റം ഞാൻ അവിടെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടായിരുന്നു. ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കൊണ്ടുപോവുക. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ ദൂരമുണ്ട്. ഐ എം എക്സൈറ്റഡ് ഫോർ ദിസ് വൺ. ലെറ്റ്സ് ഗോ. അങ്ങനെ 2 മണിക്കൂർ ഓടി കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ അടുത്ത സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. KP ചായ കോഫി ആൻഡ് ഗ്രിൽ. സോറി, പുറകിലത്തൊക്കെ വീടാണ് തുറന്നത്. ഇപ്പൊ തുറന്നു ദേ ഇവിടെ മഴ പെയ്യുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഫേമസ് ആയ ഗോൾഡൻ ചായയാണ്. ഗോൾഡൻ ചായ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ജസ്റ്റ് പേര് മാത്രമാണ്. ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവർ പ്രോപ്പർ ഗോൾഡ് പൊക്കത്തിട്ടിട്ട് തരുമെന്നാണ്. അതാണ് പ്രൈസ് ഏകദേശം നല്ല കോസ്റ്റ്ലിയാണ്. അത് ഞാൻ പറയാം. എന്നാലും ഗോൾഡ് ഇട്ട ചായ ആദ്യമായിട്ട് ഞാൻ കുടിക്കാൻ പോവുകയാണ്. കൈയും കാലിലും വിട്ട് നടക്കേണ്ട ഞാൻ ശരത്തോട്ട് അകത്തോട്ട് പോയ എങ്ങനെയാണെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. പക്ഷേ നമുക്ക് ഗോൾഡൻ ചായ കുടിച്ചിട്ട് വരാൻ വരും. ഇത്ര ദൂരം വന്നിട്ടുണ്ടെങ്കിൽ ഈ ചായക്ക് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. കാർ ഇടിച്ച് വീഴണോ? എവിടെ നീ ഇവിടെ ഉണ്ടല്ലേ? ബോയ്സ് നമ്മളപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ചായ ഗോൾഡ് ഉള്ളതാണോ ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ ചോദിക്കാം. പക്ഷേ പ്രൈസ് കയറിയിട്ട് ഇതുവരെ ഞാൻ ഒരു ചായയും ഇത്ര വില കൂടി മേടിച്ച് കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ല. എന്തായാലും വരട്ടെ. ഓർഡർ എടുത്ത കാര്യം വന്നിട്ടില്ല. അതാണ് കുറച്ച്. ഇത് കോഴിക്കോട് തന്നെയാണോ? ഇപ്പോൾ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ മെയിൻ ആ ബീച്ചിൻ്റെ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഏകദേശം ഒരു 65 കിലോമീറ്റർ മാറി. താങ്ക് യു. ഇത് വെച്ചിട്ട് പോയില്ല. പക്ഷേ നമുക്ക് മെനുക്കത് അത് ഉണ്ടാകുന്ന നോക്കട്ടെ. എവിടെയാണ് എക്സ്പ്രസോ കോഫി ടീ? പ്രൈസ് ഞാൻ കാണിക്കുന്നില്ല. ഗോൾഡൻ ചായ കണ്ടാ, ഗോൾഡൻ ചായ കിടക്കുന്നുണ്ട്. അതെ, അതിന്റെ പൊക്കത്ത് ഗോൾഡ് ലീഫ് ഒക്കെ ഉണ്ട്. ഗോൾഡ് ഫോയിൽ ഇരിക്കുന്നുണ്ട്. ഗോൾഡ് ഫോയിൽ നമുക്ക് എന്തായാലും വരുമ്പോൾ അറിയുണ്ടോ ഇല്ല. ഗോൾഡ് ചായ ഓർഡർ ചെയ്യാം. ഗോൾഡ് ചായ. എനിക്ക് ഗോൾഡ് സ്റ്റേക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അവസരം കിട്ടിയിട്ടില്ല. ആരെങ്കിലും ഇല്ല. ചിലപ്പോൾ ഗോൾഡ് ചായ അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ തൽക്കാലത്തേക്കായിട്ട്. പിന്നെ എപ്പോഴും നമുക്ക് പ്രോഗ്രസ് ചെയ്ത് മുമ്പിലോട്ട് പോകാം. ആരും ഇല്ലേ? എനിക്ക് സാധനം വെച്ചിട്ട് പോയല്ലേ. വേണമെങ്കിൽ കഴിച്ചിട്ട് പോകുന്നതാണോ? എനിക്ക് എന്തായാലും വേണം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യും. ആരെ കാണുന്നില്ലേ? ഒരു വെച്ചിട്ട് പിന്നെ ആരും പുറത്തോട്ടൊന്നും വന്നിട്ടില്ല. എന്നാലും പോയി എനിക്കൊരു ഗോൾഡൻ ചായ വേണമായിരുന്നു. തന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വഴി പോകാം. ആരെയും കൈവീശി കാണിക്കാൻ പോലും ആരും ഇല്ല. അങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ല പുറത്തോട്ട്. മാൻ പവർ കൂട്ടേണ്ടിയിരിക്കുന്നു. ഓർഡർ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. കുറച്ച് നേരമായിട്ട് അവൻ പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇവിടെ ഇത് ഉണ്ടോ ഇല്ലെന്ന് കേട്ടോ. മെനുവിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ അവൈലബിൾ ആണോ ഇല്ലെന്ന് അറിയത്തില്ല. അതാണ് ഇവന്മാരൊന്നും വന്നിരുന്നേ ചോദിക്കായിരുന്നു. ഗോൾഡ് ഉണ്ടോ? ഗോൾഡിനൊക്കെ പൈസ കൂടിയോണ്ട് ഇനി ഇത് ഇല്ലേ? എന്തായാലും ഭൂരിഭാഗം ഒരു 90% ഗോൾഡിന്റെ പൈസ ആയിരിക്കും. ബാക്കി ചായ ഒരു ഗോൾഡൻ ചായ തന്നേക്കും. ഗോൾഡ് കേക്കോ? उसके ऊपर गोल्ड शीट है ना? गोल्ड शीट गोल्ड ही है क्या? मसाला डालेगा और गोल्ड शीट ऊपर आएगा. वो गोल्ड शीट गोल्ड है क्या? ഐഡിയ നീ ഇവരുടെ ചായ ആയിരിക്കും. അതിന്റെ പക്കത്തൊരു ഗോൾഡ് ഷീറ്റ് ഇടും. അത് ഗോൾഡ് ഷീറ്റ് ഗോൾഡ് ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. നല്ലൊരു ലുക്ക് അല്ലത്. അവർക്ക് പോലും ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഇടം വരെ ഓടിച്ചിട്ട് വന്നത് ഗോൾഡ് ഇല്ലാത്ത ഗോൾഡ് വരും. എന്നാലും ഇത്ര വിലയുണ്ടെങ്കിൽ ഗോൾഡ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തോ ഇട്ടിരിക്കുന്നത് അലൂമിനിയം ഫോയിൽ ആകത്തില്ല. എന്തായാലും ഗോൾഡൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും അടുത്ത കട്ടിൽ അയാൾ വന്ന് നമ്മൾ തീരുമാനമാക്കും. ആരെയും കാണുന്നില്ല ഇവിടെ. ഞാൻ അകത്ത് പോയിട്ട് ഞാൻ അകത്ത് നിന്ന് ഓർഡർ ചെയ്യും. ഇവരെ സെയിം സ്ഥലം തന്നെ അല്ലേ? ഇവരൊന്നും മൈൻഡ് ചെയ്യാത്തത്. ഈ ഗോൾഡ് ഈ കോഫി അല്ല ഈ ചായ ഇത് തന്നെ. അപ്പോൾ ഇതിന്റെ പൊക്കത്തുള്ള ഗോൾഡ് ഇത് ഗോൾഡ് തന്നെയാണോ? ഗോൾഡ് ലീഫ് ഗോൾഡ് തന്നെ അല്ലേ? ഗോൾഡ് ലീഫ് ആണെന്ന് നമുക്കറിയാം. ഗോൾഡ് ലീഫ് ഗോൾഡ് തന്നെയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ബ്രോ പറഞ്ഞു ഗോൾഡ് ആണ്. എന്നാലും നമ്മുടെ ഫസ്റ്റ് ഗോൾഡ് എക്സ്പീരിയൻസ്. ഈ ഗോൾഡ് കഴിക്കുമ്പോൾ എങ്ങനെ ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ നിങ്ങളുടെ കഴുത്തെ കിടക്കുന്ന ഗോൾഡ് എടുത്ത് നാക്കി വെച്ച് നോക്കിയാലും മതി. എന്നാലും ഞാൻ പറഞ്ഞുതരാം. JMB പിന്നെയും വിളിച്ചു. അവൻ്റെ ഇപ്പം എന്താണ് കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത്. അവൻ്റെ ഗ്രാജുവേഷൻ നേരത്തെ സൂട്ടിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പം മറ്റേ ആ ഗൗൺ എന്താണ് മറ്റേ കറ സംഭവമൊക്കെ ഇടുമല്ലോ കോളേജ് പാസ് ഔട്ട് ആകും. ഞാനിട്ടില്ല. ഞാൻ ആ സമയത്ത് പോയില്ല. എന്ത് ചെയ്യാൻ, പാസ്സായതാ, പോയില്ല. അത് നടക്കട്ടെ എന്ന്. ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാ? നീ ഇപ്പോൾ അവിടെ കോട്ടൊക്കെ ഇട്ട് ഗ്രാജുവേറ്റ് ആകുന്ന ഞാൻ ദേ ഇവിടെ ഗോൾഡ് എന്താ തൊപ്പിയിട്ട് കാണിച്ചു തരാമെന്നാ? തൊപ്പിയിട്ട് കാണിച്ചു തരുന്നു പൈസ. നീ അവിടെ തൊപ്പിയിട്ടുകൊണ്ടിരുന്നതേ. ഇവിടെ നോക്കി. അവിടെ പതുക്കെ എനിക്കൊരു ഗോൾഡ് ടീ വരുന്നുണ്ട്. അല്ല ഗോൾഡ് ചായ. ഇത് കണ്ട എന്ത് വേണമെന്ന്? നിന്റെ പൊക്കത്ത് എന്താ കണ്ട? അതിന്റെ പൊക്കത്ത് ഗോൾഡ്. അവൻ കട്ട് ചെയ്ത് കളഞ്ഞു. എല്ലാം പെട്ടെന്നായിരുന്നു. പാവം. ഫസ്റ്റ് ടൈം. ഇതെന്തുവാണ്?
ഇതിൻ്റെ കൂടെ റസ്ക് ആണ് വരുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യേണ്ടത്? ഗോൾഡ് ഡയറക്റ്റ് എടുത്ത് കുടിക്കണോ, ഡയറക്റ്റ് ചായ ആയിട്ട് കുടിക്കണോ, എങ്ങനെയാണ് വേണ്ടത്? പകുതിയോ ഇതൊക്കെ വെറുതെ ഇറങ്ങി വരുന്നത് സ്പൂണേലായിപ്പോഴും. ഇതിപ്പോൾ ഗോൾഡ് മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. അതിൻ്റെ പക്കത്ത് സാഫ്രോൺ ആണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഒറിജിനൽ ആണെന്ന് ഡൂപ്പാണെന്ന് അറിയില്ല. സ്മൂത്താണ്, പ്രത്യേകിച്ച് ടേസ്റ്റ് പറയാൻ ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ടുള്ള ഇങ്ങനെ അലിഞ്ഞു പോകും അതിനകത്ത്. അങ്ങനെയാണ്. ഇതിൻ്റെ ക്യാമറമാൻ കൂടി കഴിക്കട്ടെ, അല്ലെങ്കിൽ ശരിയാത്തില്ല. ഗോൾഡ് കഴിക്കൂ. ക്യാമറ ഒന്ന് മോന്തയ്ക്ക് കൂടി വെക്കൂ. ഞാൻ എൻ്റെ മോന്തേ ഉദ്ദേശിച്ചത്. എങ്ങനെയുണ്ട്? ടേസ്റ്റായിട്ട് പറയാനില്ല കേട്ടോ. ഗോൾഡുള്ള ചായ കൊടുക്കുന്ന ചൂട് കുറച്ച് താന്നിട്ട് കൊടുക്കായിരുന്നു. ഏറ്റവും വിട്ടെന്ന് പറയുന്നത് എൻ്റെ അനിയൻ അവിടെ നിന്ന് മാസ് കാണിക്കാൻ വേണ്ടി ഗ്രാജുവേഷനൊക്കെ കാണിച്ച് അതേ സമയത്ത് ഇവിടെ എനിക്ക് ഒരാൾ തള്ളിക്കൊണ്ട് ഗോൾഡ് ചായ കൊണ്ടുവരുന്നത്. വേറെ ചായ എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ഇതിനായിട്ട് നിങ്ങൾക്ക് പിന്നെ പ്രൈസും പറയാനുള്ളതാണ്. അല്ലേ? ആ ഗോൾഡിന് ഒരു വൈബ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ടെക്സ്ചറാണ്, ടേസ്റ്റ് ഇല്ല, ടെക്സ്ചർ മാത്രമേ ഉള്ളൂ. ഒരു വളരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു അലിഞ്ഞ് പോകുന്ന ആ ഒരു ടെക്സ്ചറാണ്. അതൊരു ടെക്സ്ചർ പൊക്കത്ത് നല്ലതാണ്. സ്വീറ്റ്സ് ഒക്കെ ഇല്ലേ, മറ്റേ അലൂമിനിയം അതിന് പറയുന്നത് സിൽവർ പൊക്കത്തുള്ള സ്വീറ്റ്സ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒരു സെയിമില്ല. അതിൻ്റെ സെയിമില്ല. ഇത് ഗോൾഡാണോ സിൽവർ ആണോ നമുക്ക് നാക്കുവെച്ച് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇറ്റ്സ് ഗുഡ്. ഈ വലിയ ഗോൾഡ് പീസ് ഒന്നും എനിക്ക് വയലോട്ട് കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ചൂട് ചാറിയിട്ട് ഒറ്റ എന്താ പറയുക സിപ്പിൽ ഫുള്ളും തീർക്കാൻ പോകാം. ഒന്ന് കഴിക്കും. ഇതിലൊക്കെ ഗോൾഡ് ബാക്കി നീ കഴിച്ചില്ലേ? വേസ്റ്റ് ചെയ്യുവാണ്. ഇത് തന്നെ 100 രൂപ കാണുമല്ലോ. പക്ഷേ 100 രൂപ സ്പൂണേ വെച്ച് കളയുന്നത് ഇങ്ങനെ. എല്ലാം ഒട്ടിപ്പിടിക്കുന്നു സ്പൂണെ. ഇതെല്ലാം അകത്തോട്ട് തന്നെ പോട്ടെ. എല്ലാം എന്താ അവരുടെയൊക്കെ ഒട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ അണ്ണാക്കിലോട്ട് ഇറങ്ങി വന്നേ. റസ്ക് ഗോൾഡി മിക്സ് ചെയ്താൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഗോൾഡ് റസ്ക് കിട്ടുമോ നോക്കട്ടെ. ഗോൾഡ് റസ്ക് കേട്ടോ. സത്യം പറഞ്ഞാൽ കൊള്ളാം. എനിക്കിത് ആദ്യമായിട്ട് കഴിക്കുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് ആ ഗോൾഡ് ഫീൽ ആവുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആ ടെക്സ്ചർ ഫീൽ ആവും. ടേസ്റ്റ് ഇല്ലെങ്കിലും മേ ബി ഐ എം ടു എക്സൈറ്റഡ്. മേ ബി എൻ്റെ പ്രീമിയം റസ്ക് ഞാൻ കഴിച്ചു ഗോൾഡ് ഫോയിലിൽ. പിന്നെ ഗോൾഡിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജോയിൻ ബട്ടൺ താഴത്തുണ്ട്. നിങ്ങൾ പെട്ടെന്ന് നെക്കുക. ഇങ്ങനെ പോകുന്ന പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് വളരെ ബുദ്ധിമുട്ട് വരാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആ ജോയിൻ ബട്ടൺ നെക്കുക. ഒബ്വിയസ്ലി ആ പൈസ എല്ലാം ഒരു 40% യൂട്യൂബ് എടുക്കും, ബാക്കി എനിക്ക് തരും. ബാക്കി നിങ്ങൾ 10 രൂപ എന്നാൽ അവരെനിക്ക് 6 രൂപ തരും. യൂട്യൂബ് ചിലവാണ്. ഞാൻ ജീവിച്ചു പോട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വരെ വന്നതിന് ദുഃഖമില്ല. വേർത്തിട്ടാ. ഇതിന്റെ പ്രൈസ് ഞാൻ ഇപ്പോൾ പറയാം. പ്രൈസ് ഇപ്പോൾ പറയാം. ഞാൻ ബില്ല് വരുമല്ല. എനിക്ക് വേർത്തിട്ടായിട്ടാണ് തോന്നുന്നത്. എനിക്ക് ഗോൾഡ് രുചിക്കാൻ പറ്റുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു സംഭവം ഉള്ളത് അറിയാൻ പറ്റുന്നുണ്ട്. ₹100 കളയണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇറ്റ്സ് കംപ്ലീറ്റ്ലി വർത്ത് ഇറ്റ്. ഐ ലൈക്ക് ഇറ്റ്. ഇഷ്ടം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണമെങ്കിൽ ട്രൈ നോക്കാം. അല്ല, അവർ പറഞ്ഞ ഒറിജിനൽ ഗോൾഡ് ലീഫ് ആണെന്നാണ്. ആയിരിക്കും. അല്ലെങ്കിൽ ഇത്ര പല വില എടുത്തില്ലല്ലോ. അപ്പം ദിസ് വാസ് ഫൺ മാൻ. ഐ തിങ്ക് ഐ ഹാവ് ടു റാപ്പ് ഇറ്റ് അപ്പ് ടുഡേ. റേറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് ഏറ്റവും പൊക്കത്തിടും, പിന്നെ മീനിനെ ഇടും, പിന്നെ ആ ബർഗറിനെ ഇടും, പിന്നെ ഏറ്റവും താഴെ മിൽക്കിനെ ഇടും. ഞാൻ ഇനിയും ചെയ്തേനെ. എനിക്ക് ഇനിയും 2 മണിയോട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇവിടുന്ന് കോഴിക്കോട് തിരിച്ചെത്തുമ്പോൾ തന്നെ 12 മണിയൊക്കെ കഴിയും. അപ്പോൾ നമുക്കിനി കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ ബില്ലായിരിക്കുന്നതാണ് 916 രൂപ ഒരു ചായക്ക്. ഇതുവരെയുള്ള സബ്സേ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ചായ 916. നാളെ തൊട്ട് ഇൻസ്റ്റമാർട്ട് വിടുക ഈ ചായയുടെ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട്. പൈസയ്ക്ക് ആവശ്യമായി തുടങ്ങി. സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ ആ ജോയിൻ ബട്ടൺ ഒന്ന് ക്ലിക്ക്. അപ്പോൾ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ലൈഫ്. I'll see you guys next time in the day. Peace.